ഇന്ന് നമ്മളെ കൂടെ വളരെ സീനിയർ ആയിട്ടുള്ളൊരു ഡോക്ടർ സി മുഹമ്മദ്. ഇദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ഡോക്ടർ എന്നതിലുപരി ഈ സോഷ്യൽ സർവീസിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. നിങ്ങൾ IMB കേട്ടിട്ടുണ്ടാവും. IMB കേരളയുടെ പ്രസിഡൻ്റാണ്. പാവപ്പെട്ട രോഗികൾക്ക് ഒരുപാട് സേവനങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും IMBയിലുള്ള രോഗികൾക്ക് വളരെ സൗജന്യമായിട്ടുള്ള പരിശോധനയും മരുന്നും ഒക്കെ കോട്ടക്കൽ സെൻറ്ററിൽ നിന്ന് നൽകുന്നുണ്ട്. അതുകൂടാതെ കിഡ്നി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒരുപാട് രോഗികൾക്ക് മരുന്ന് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. പാവപ്പെട്ട രോഗികളെ വീട്ടിൽ പോയി ആ രീതിയിലുള്ള പാലിയേറ്റീവ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ വ്യാപൃതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ സി മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത, അദ്ദേഹം ഡോക്ടറാണെങ്കിൽ പോലും ഈ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് കാശിൻ്റെ വഴിയിൽ ഒരു കാലത്ത് ഓടി നടന്നിട്ടില്ല. ഞാൻ കണ്ട സി മുഹമ്മദ് ഡോക്ടർ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു പരമസാത്വികനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു വിലയിരുത്തലാണ്. യൂണിവേഴ്സലിന് ഏറെ മൂപ്പരെ പരിചയപ്പെടുത്താനുള്ളത് ആസ് എ പാരൻ്റ് എന്നുള്ള ആൾക്കാണ്. സി മുഹമ്മദ് ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഉണ്ട്. 3 മക്കളാണ്. 3 മക്കളും യൂണിവേഴ്സലിൽ പഠിച്ചിട്ടുണ്ട്. മൂത്ത മകൻ മുഹമ്മദ് അജ്മൽ സി IIT മദ്രാസിൽ നിന്നാണ് കോഴ്സ് പൂർത്തിയാക്കിയത്. രണ്ടാമത്തെ കുട്ടി അമീന ജിപ്മർ പോണ്ടിച്ചേരിയിൽ നിന്ന് MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ്. മൂന്നാമത്തെ കുട്ടി സന NIT കാലിക്കറ്റ് എന്നാണ് ഇപ്പോൾ കോഴ്സ് കഴിയാൻ പോകുന്നത്. 3 മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ആ കുട്ടികൾക്ക് കഴിഞ്ഞത് ഒബ്വിയസ്ലി അവർ നല്ല ടാലൻറ്റഡ് ആണ്. അതൊന്നുമല്ല കാരണം. ടാലൻറ്റഡ് ആയ ഒരുപാട് കുട്ടികൾ ഈ ഭൂലോകത്തുണ്ട്. അതിലുപരി മക്കളെ ഗൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് വേറൊരു സംഭവമാണ്. മക്കളെ കൂടെ നിന്ന് അവരെ നാനോന്മുഖമായ വളർച്ചയ്ക്ക് സഹായകമായി എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നിങ്ങളോട് സംസാരിക്കാനായി ഡോക്ടർ സി മുഹമ്മദ് സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. കോട്ടക്കൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇപ്പം നമ്മളുള്ളത്. കോട്ടക്കലിന് ഒരു പ്രത്യേകത ഉണ്ട്. കോട്ടക്കൽ ലോക ഫേമസ് ആണ്. എനിക്ക് തോന്നാറുള്ളത് മക്കയും മദീനയും ബൈത്തുൽ മുഖദ്ദിസും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും പേരുള്ള സ്ഥലം കോട്ടക്കലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവിടെയുള്ള സ്ഥാപനത്തിനാണ് ഈ നല്ലൊരു പേരും. യൂണിവേഴ്സൽ ലോകത്ത് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടെ നമ്മൾ IIT ഫസ്റ്റ് ബാച്ചിലാണെന്ന് തോന്നുന്നു എൻ്റെ മോന് പഠിച്ചത്. അന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടുകയും ചെയ്തു. നിങ്ങളോട് ഇപ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് ഉഷാറായിട്ട് പഠിക്കണം. വായിച്ച തന്നെ വായിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം വായിച്ച അത്ര സ്പീഡ് വേണ്ടി വരില്ല. രണ്ടാമത് വായിക്കുമ്പോൾ രണ്ടാമത്തെ അത്ര സ്പീഡ് കൊണ്ടില്ല മൂന്നാമത് വായിക്കുമ്പോൾ.
മൂന്നാമത്രയും സ്പീഡ് കൊണ്ടുള്ള 4ാമത് വായിക്കുന്നത്. പിന്നെ 5 മിനിറ്റ് കൊണ്ട് ഈ 1 മണിക്കൂർ വായിക്കാനുള്ളൊക്കെ വായിച്ചു തീരും. അങ്ങനെ ഒരുപാട് വായിക്കുമ്പോൾ നമ്മുടെ മെമ്മറിക്ക് പിടുത്തം കിട്ടും. അപ്പം നമുക്ക് എപ്പോഴും നമുക്ക് ജീവിതത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഞാൻ പറഞ്ഞു. 2 കുട്ടികളെ വെച്ചിട്ടും പഠിച്ചു, BEd ഒക്കെ പഠിച്ചു ചെയ്തു എന്നുള്ള. അപ്പം പിന്നെ ജോലിയും കിട്ടി. അങ്ങനെ 10 കൊല്ലത്ത് ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടുന്നത്. അത്രയും 2007 പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ജോലി. അപ്പം പഠിക്കാനുള്ള സന്ദർഭം നമ്മളായിട്ടുണ്ടാക്കിക്കോളും. പിന്നെ എപ്പോഴും നിങ്ങളൊരു ലക്ഷ്യം കണ്ടുകൊണ്ട് ഏറ്റവും ഉയർന്ന സ്വപ്നം കാണുക. അപ്പോൾ നമ്മൾ പിന്നെ പ്രസിഡന്റ് പറഞ്ഞ പോലെ അല്ലേ, കലാം പറഞ്ഞ പോലെ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ എന്തിനാ നിങ്ങൾ മടിക്കുന്നത്? ഏറ്റവും വലുത് തന്നെ സ്വപ്നം കാണുക. നമ്മളോടിപ്പോൾ സ്വർഗം ചോദിക്കാൻ പറഞ്ഞപ്പോഴും ജന്നത്തുൽ ഫിർദൗസല്ലേ ചോദിക്കാൻ പറഞ്ഞത്. എന്ന പോലെ ഏറ്റവും നല്ല ഇതിൽ നിങ്ങൾ സ്വപ്നം കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന അത്ര എത്താൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ താഴ്ന്നതിലേക്കെങ്കിലും എത്താൻ സാധിക്കും. നിങ്ങൾക്കൊക്കെ നിങ്ങളെ പാരൻസ് ഉണ്ട്. ഒരിക്കലും പാരൻസിനെ സങ്കടപ്പെടുത്തരുത്. നിങ്ങൾക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു അക്കാഡമിക്സ്. അതാണ് നിങ്ങൾ പാരൻസിനെ പ്രൗഡാക്കാനുള്ള ഒരു കാര്യം. അതോട് തീർന്നില്ല. നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ IAS അല്ലെങ്കിൽ ഏറ്റവും മികച്ചവരൊന്നും ആയിട്ട് കാര്യമില്ല. പ്ലസ് അവരെ ഉൾക്കൊള്ളുന്ന, അവരെ സ്നേഹിക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായിരിക്കണം നിങ്ങൾ. അത് നിങ്ങൾ ഓരോ പ്രാർത്ഥനയിലും നിങ്ങൾ അവരെ ഉൾപ്പെടുത്തണം. അവരാണ് നിങ്ങളെല്ലാം. പാരൻസ് ഇല്ലെങ്കിൽ നിങ്ങളില്ല. ഇവിടെ നിൽക്കാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്ക് വന്നത് ഈ രക്ഷിതാക്കളിലൂടെയാണ്. അവർ നിങ്ങളിവിടെ യൂണിവേഴ്സിൽ കൊണ്ട് ചേർത്തത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥികളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പാരൻസിനെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറക്കരുത്. പാരൻസാണ് എല്ലാം.